കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടൽ വേണ്ടത് എന്നുള്ളതാ നബി തങ്ങളിൽ നിന്നുള്ളത്. മിണ്ടിക്കഴിഞ്ഞു സലാം പറഞ്ഞാൽ പിന്നത് അസ്ഥാനത്താണെന്നാണ് തുഹഫയിലുള്ളത്. അല്ലാഹു തന്നെ സലാം പറഞ്ഞിട്ടുള്ളതാ, അത് മുഅ്മിനീങ്ങളിൽ മാത്രമായി കാണുന്നതാ. ഖുർആൻ ശരീഫ് ഇത് വ്യക്തമായി പറയുന്നതാ. 12 സ്ഥലമിൽ തന്നിതും വിവരിച്ചതാ. അബുൽ ബഷർ ആദം മുതൽ നടപ്പുള്ളതാ എന്നും ഹദീസിൽ വ്യക്തമായി കാണുന്നതാ. സ്നേഹം പരസ്പരമിൽ വളർത്താൻ നല്ലതാ, അതു കാരണം ഈമാൻ ശരിക്കുറയ്ക്കുന്നതാ. ഈമാനുറച്ചവരെ കടക്കും സ്വർഗമിൽ, ഇതുപോലെ തന്നെ ഹദീസ് കാണാം മുസ്ലിമിൽ. ഇരുവീട്ടിലും ലഭിക്കട്ടെ എല്ലാ രക്ഷയും എന്നുള്ളതാ തസ്ലീമു കൊണ്ട് വിവക്ഷയും. ബഹുവചനമായി തന്നെ എപ്പോഴും ചൊല്ലേണ്ടതാ, കാഴ്ചയ്ക്കൊരാൾ തന്നെന്നു കണ്ടാലും ഇതാ. ഇരുഭാഗമിൽ അംലാക്കുകൾ രണ്ടുള്ളതാ, അത് പരിഗണിച്ച് നീ എപ്പോഴും ചൊല്ലേണ്ടതാ. അവരും സലാം കേട്ടുത്തരം നൽകുന്നതാ, അവരിരുവരെയും കരുതണം എന്നുള്ളതാ. അംലാക്കുകൾ മടക്കുന്നതിൽ ഫലമുള്ളതാ, റബ്ബിന്റെ ശിക്ഷയകന്ന് രക്ഷയുമുള്ളതാ. സുഹൃത്തുക്കളെ ഓർക്കേണ്ടതാണിത് രത്നമാ, തസ്ലീം സമയം കരുതിയാൽ അത് ലഭ്യമാ. ഞെരുക്കം വരാതെ നീ കാക്ക് റബ്ബേ ഞങ്ങളിൽ, തമ്മിൽ സലാം വിതറുന്ന കാലത്തൊക്കെയും. തസ്ലീം സമയം ഹസ്തദാനം നല്ലതാ, അത് മുസ്തഫ നബിക്കുള്ള പതിവിൽ പെട്ടതാ. വൈരാഗ്യമുള്ളതു നീങ്ങുവാനും നല്ലതാ എന്നും ഹദീസ് മുവത്തയിൽ കാണുന്നതാ. അതിനോട് കൂടി മുഖപ്രസന്നത കാട്ടലും സുന്നത്തു തന്നിത് നോക്ക് നീ അത് കാറിലും. നീ ഹസ്തദാനം ചെയ്ത ശേഷം സുന്ന, നിനക്കുള്ള കൈ നീ തന്നെ മുത്തൽ എന്നാ.